2024 നീറ്റ് എക്സാം ചോർച്ച, 2026 നീറ്റ് എക്സാം ചോർച്ച, 2024 UGC നെറ്റ് എക്സാം ചോർച്ച. ഹൂ ഈസ് ധർമ്മേന്ദ്ര പ്രധാൻ? അച്ഛൻ ഒഡീഷയിലെ തന്നെ പേര് കേട്ട ഒരു BJP നേതാവ്. ആദ്യ നാളുകളിൽ ABPയിലൂടെ വളർന്നു വന്ന് 2014 ഇന്ത്യയുടെ പെട്രോളിയം മിനിസ്റ്റർ, 2021 ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. NEP പോലുള്ള ഒരുപാട് പരിഷ്കാരങ്ങൾക്ക് ഗ്രൗണ്ട് ലെവൽ എക്സിക്യൂഷൻ കൊടുത്തൊരു വ്യക്തി. എന്നാൽ അതേ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന്റെ അണ്ടറിൽ 2024 നീറ്റ് എക്സാം ചോർച്ച, 2026 നീറ്റ് എക്സാം ചോർച്ച, 2024 UGC നെറ്റ് എക്സാം ചോർച്ച, അങ്ങനെ 90 മേലെ എക്സാം ലീക്സ് അലിഗേഷൻസ്. അതിനോടൊപ്പം തന്നെ എഫക്റ്റ് ആയത് 7 കോടിയിലധികം വിദ്യാർത്ഥികൾ. ആൻഡ് വിത്ത് ദിസ് മച്ച് ഓഫ് അലിഗേഷൻസ്, വൈ BJP ആൻഡ് മോദി സപ്പോർട്ട്സ് ധർമ്മേന്ദ്ര പ്രധാൻ ദിസ് മച്ച്? അതിൽ കാസ്റ്റും ഇൻക്ലൂഡഡ് ആണ്. ഈസ്റ്റേൺ ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടൊരു OBC ലീഡറാണ് ധർമ്മേന്ദ്ര പ്രധാൻ. അതുപോലെ തന്നെ ഒഡീഷ ഇലക്ഷനിൽ അട്ടിമറി ചെയ്യാൻ BJPക്ക് ഉണ്ടാക്കി കൊടുത്തൊരു വ്യക്തിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. 23 അസംബ്ലി സീറ്റിനെ 78 സീറ്റാക്കിയ വ്യക്തി, 8 ലോക്സഭാ സീറ്റിനെ 20 സീറ്റാക്കിയ വ്യക്തി. അങ്ങനെ ഒരു വ്യക്തിനെ തള്ളിക്കളയാൻ BJPക്ക് ആവില്ല. ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഇലക്ഷൻസിലും BJPന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. കോൺഗ്രസ്, CJP, AAP പോലുള്ള പാർട്ടികളുടെ സമരത്തെ തുടർന്ന് ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ചാൽ അത് BJPക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൊടുക്കേണ്ടി വരുന്ന വില അത് ഒരുപാട് തന്നെയാണ്. അത് അവർക്ക് നല്ല രീതിക്ക് അറിയാം. അതുകൊണ്ട് ആ ഒരു പാത്തിലേക്ക് BJP എന്തായാലും പോയില്ല. പക്ഷെ നമുക്കറിയാം നമ്മുടെ സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കിക്കാണാം.